കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നൊയമ്പ് ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്തീയ വിശ്വാസത്തിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ജീവിക്കാനും ഒരു വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ഓരോ നൊയമ്പ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നൊയമ്പെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നൊയമ്പെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നിമിഷമാണ്. നൊയമ്പെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ജീവിതമായി ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷേ കർത്താവിൻ്റെ ഛായയിൽ നിന്നും സാദൃശ്യത്തിൽ നിന്നും മാറിപ്പോകുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനും ആ ഒരു ദൈവികമായ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ ഈ നൊയമ്പിൽ കൂടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വീണ്ടും വീണ്ടും പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ നൊയമ്പ് സഭ നമുക്ക് നൽകുന്നത്. അപ്പോൾ നൊയമ്പിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എപ്രകാരമായിരിക്കണം എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശിരസിൽ തലയിൽ എണ്ണ പുരട്ടണം, മുഖം കഴുകണം. നമ്മളൊരു നൊയമ്പിലാകുമ്പോൾ നമ്മുടെ മുഖത്തോ നമ്മുടെ ജീവിതത്തിലോ അല്ലെ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. വി ഷുഡ് ബി പെർഫെക്റ്റ്. നന്നായി കാണുക. നന്നായിട്ട് നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇല്ലാത്ത എല്ലാ മേക്കപ്പും വാരി തേക്കും, ഇല്ലാത്ത എല്ലാ പെർഫ്യൂം അടിച്ച് പോകത്തില്ലേ? അതുപോലെയായിരിക്കും നൊയമ്പിൽ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമ്മൾ നൊയമ്പിലാണെന്ന് തിരിച്ചറിയാൻ പാടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും പെർഫെക്റ്റ്. ഇപ്പം മനസ്സിലാക്കുക, നൊയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒന്നാണ് നൊയമ്പ്. ലോകം നമ്മുടെ ശരീരത്തിൻ്റെ ഭാവത്തെ മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണെന്ന് എനിക്കും എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഹൃദയത്തിലെ ഒളിഞ്ഞിരിക്കുന്ന വിശുദ്ധിയാണ് ലോകം കാണേണ്ടത്. എൻ്റെ ശരീരമല്ല, എൻ്റെ ഹൃദയത്തിലായിരിക്കുന്ന വിശുദ്ധിയാണ് ലോകം കണ്ട് തിരിച്ചറിയേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ കാണുന്നത്, നിങ്ങൾ പരിപൂർണരായിരിക്കണം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെയാണ് നമ്മൾ ഓരോരുത്തരും പരിപൂർണതയിലായിരിക്കണം. നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ കാര്യം, നമ്മൾ ലുക്ക് നോർമലായിട്ടിരിക്കുക. നൊയമ്പ് സമയത്ത് നമ്മുടെ ഒരു ഭാവം, ശരീരത്തിൻ്റെ ഒരു പ്രകടനം നോർമൽ രീതിയിലായിരിക്കണം. എപ്പോഴും വളരെ ശാന്തമായി നോർമലായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? നൊയമ്പ് എന്ന് പറഞ്ഞാൽ മറ്റ് വ്യക്തികളുടെ മുമ്പിലുള്ള അഭിനയമല്ല നൊയമ്പ്. നേരെ മറിച്ച് എല്ലാവരുടെ മുമ്പിൽ ഫ്രഷായിട്ട്, എല്ലാവരുടെ മുമ്പിൽ വളരെ നോർമലായിട്ട് ജീവിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ത്യാഗം ഞാൻ ദൈവത്തെ കാണിക്കുമ്പോൾ ഞാനും എൻ്റെ ദൈവമായുള്ളൊരു ബന്ധം നിലനിൽക്കും. ആ ബന്ധം ഉറച്ചു നിൽക്കും. രണ്ടാമത്തെ കാര്യം, നമ്മളെ തന്നെ ഒരു മോട്ടിവേഷൻ, എനിക്ക് തന്നെ ഒരു പ്രചോദനമായി തീരണം. അതായത് നൊയമ്പിൽ ഉപവാസം എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികളും ഞാൻ ചെയ്യുന്ന സാമൂഹിക നല്ല പ്രവർത്തനങ്ങളും അത് ഈ നൊയമ്പിനെ എന്ത് ചെയ്യുന്നറിയോ? ഈ നൊയമ്പിലെ വിശുദ്ധിയും ഈ നൊയമ്പിലെ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള രഹസ്യ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ആ ഒരു വലിയ അനുഗ്രഹം എന്ത് ചെയ്യും? കർത്താവായ യേശു മിശിഹ എനിക്ക്, എൻ്റെ പിതാവ് എനിക്ക് തരാനുള്ള സമ്മാനമാണ്. എൻ്റെ നൊയമ്പ് കൊണ്ട് എൻ്റെ ജീവിതം ശുദ്ധീകരിക്കും, എൻ്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, നമുക്ക് വിശപ്പുണ്ടാവും ഇല്ലേ? നൊയമ്പ് സമയത്ത് നമുക്ക് വിശപ്പുണ്ടാവും. ഏത് കാര്യം നിങ്ങൾ ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ലംഘനം വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചോ, നിങ്ങൾ 10 ദിവസം പ്രാർത്ഥിക്കത്തില്ല. വചനം നിരന്തരമായി വായിക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, 10 അല്ല 1 മാസം നിങ്ങൾക്ക് വചനം വായിക്കാൻ തോന്നത്തില്ല. പിശാചിൻ്റെ ശക്തി നമ്മളെ പിടിച്ചു വലിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ശാരീരികമായ ഒരു വിശപ്പിനെ എന്തായിട്ട് കാണണം?
ആ ശാരീരികമായ വിശപ്പിനെ പ്രാർത്ഥിച്ചും അത് ദൈവത്തിൻ്റെ ഉള്ള ദാഹം, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഞാൻ നിറയണം, ദൈവത്തിൻ്റെ വചനം കൊണ്ട് എൻ്റെ വയറും എൻ്റെ മനസ്സും നിറയണം, ദൈവത്തിൻ്റെ വചനം കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ എന്നെ തന്നെ അഭിഷേകം പ്രാപിക്കണം. നമ്മളെല്ലാവരും വിചാരിക്കും ഈ നൊയമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും എൻ്റെ പേഴ്സണൽ ബലം നോക്കാൻ വേണ്ടിയാണ്. ചുമ്മാതാ മക്കളെ. നൊയമ്പ് തുറന്നാൽ എൻ്റെ പേഴ്സണൽ ഒന്നുമല്ല. ഈ നൊയമ്പ് കൊണ്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണനായി ദൈവത്തിന് മുമ്പിൽ ഇല്ലാതാക്കണം. ടോട്ടലി സീറോ, ആബ്സലൂട്ട് സീറോ. ഇൻ ദ ബിഗിനിങ് വേൾഡ് വാസ് ദെയർ ഇല്ല. അപ്പോൾ ഒന്നുമില്ലായിരുന്നു. തുടക്കത്തിൽ ഒന്നുമില്ലാത്ത സമയത്ത് ദൈവം ഇന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ദെർ ഈസ് ആബ്സലൂട്ട് നത്തിങ്നെസ്, ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത സ്ഥലത്താണ് ദൈവം ഇന്ന് വലിയൊരു ലോകമുണ്ടാക്കിയത്. അപ്പോൾ ഈ നൊയമ്പിൽ ഞാൻ എന്നെ തന്നെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാക്കിയാൽ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. ഈ നൊയമ്പിൽ നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ചിന്തകളെ പവിത്രീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ നൊയമ്പ് അനുഗ്രഹത്തിന് നൊയമ്പാക്കി തീർക്കാം. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.